പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് പരിശുദ്ധ പരമാധികാരുണ്യത്തിന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും പ്രത്യേകമായിട്ട് ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ എല്ലാം സമർപ്പിക്കാം. ഈശോയെ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞ എഫേസ്യർ 1:4 തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് അവിടുന്ന് ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്തുവെന്ന്. ഈശോയെ, നിന്റെ വലിയ തെരഞ്ഞെടുപ്പ് വലിയ വിശുദ്ധിക്ക് വേണ്ടിയുള്ളതാണ്, സ്നേഹത്തിന് വേണ്ടിയുള്ളതാണ്. ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം അന്നറിയപ്പെടുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണം. വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ ആ വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രൻ ഞങ്ങളുടെ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും തിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് 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 നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് 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 ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച്
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഈശോയുടെ 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 അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് 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 നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായി കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് 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 പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ,
ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുക. പ്രത്യേകമായിട്ട് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ കർത്താവിൻ്റെ വലിയ കരുണയും കൃപയും ഒഴുകപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഇന്ന് വളരെ പ്രത്യേകമായിട്ട് കുടുംബജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാ ദമ്പതികളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ നൽകുന്ന വലിയ സന്ദേശം നമുക്ക് ശ്രവിക്കാം. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്നെ മഹാവിജയത്തിൻ്റെ പുലരിയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ ക്ഷണം സ്വീകരിക്കുന്ന നിങ്ങളുടെ ഒരുമയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ സമാധാനം വേണമെങ്കിൽ ആ തീരുമാനം എടുക്കേണ്ട ചുമതല ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. എൻ്റെ വിമല ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ നിങ്ങളാണ് സഫലീകരിക്കേണ്ടത്. നിങ്ങളുടെ പ്രതികരണത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. മാനസാന്തരങ്ങൾ എല്ലായിടത്തും എമ്പാടും ഉണ്ടാകട്ടെ. മുൻകാലത്ത് ഞാൻ നൽകിയ സന്ദേശത്തിൻ്റെ പരിസമാപ്തി നിങ്ങളാണ് കുറിക്കേണ്ടത്. എൻ്റെ വചസ്സുകൾക്ക് ജീവൻ നൽകേണ്ടതും ഫലപ്രാപ്തി നൽകേണ്ടതും നിങ്ങളാണ്. വഴികാട്ടി. ഒന്നാമതായി, സമർപ്പണത്തിനായി ഒരുങ്ങുമ്പോൾ ആത്മാവ് പൂർണ്ണമായും തുറവിയുള്ളതാകണം. നമ്മുടെ നാഥയോടുള്ള സ്നേഹം ശരിക്കും അടിസ്ഥാനപരമായിരിക്കണം. ഇത് പരിശുദ്ധമായതും മറ്റ് ലക്ഷ്യങ്ങളില്ലാത്തതുമായിരിക്കണം. രണ്ടാമതായി, ആത്മാവ് ദൈവവുമായുള്ള പൂർണ്ണ അനുരഞ്ജനം ആഗ്രഹിക്കണം. സമർപ്പണ സമയത്ത് തന്നെ ഭാഗികമായി ലഭിക്കുന്നതാണ് കൂട്ടായ്മയുടെ ഈ വരം. അനുരഞ്ജനമില്ലാതെ കൂട്ടായ്മ പരിപൂർണമാവുകയില്ല. കാരണം കൃപയുടെ നീരുറവ് അപ്പോൾ അടഞ്ഞിരിക്കും. ആത്മാവിൻ്റെ അടിത്തട്ടിലെത്തേണ്ട കൃപ പൂർണ്ണമായി സ്വീകരിക്കാൻ അനുരഞ്ജനം ആവശ്യമാണ്. തീവ്രമായ അനുരഞ്ജനം ശക്തമായി കൃപ ലഭിക്കാൻ അത്യാവശ്യമാണ്. മൂന്നാമതായി, നമ്മുടെ നാഥയോടുള്ള സ്നേഹം പരിപോഷിപ്പിക്കുവാൻ ആത്മാവ് ഏകാന്തതയിലായിരിക്കണം. അമ്മയുടെ സ്നേഹം വെളിപ്പെടുക ഏകാന്തതയിലാണ്. ഫലപ്രാപ്തിയും അപ്പോൾ തന്നെ. നാലാമതായി, നമ്മുടെ ആത്മാവിൽ നിന്നും അമ്മ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാം ഗ്രഹിക്കണം. അമ്മയിൽ നിന്നും നാം ആഗ്രഹിക്കുന്നവ നമുക്കറിയാം. അമ്മ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാം ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇവയെപ്പറ്റി നമുക്ക് നല്ല ധാരണ ആവശ്യമാണ്. സമർപ്പണത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഇവ അറിഞ്ഞേ പറ്റൂ. നമ്മുടെ ആത്മാവിൽ നിന്നും അമ്മയിലൂടെ ദൈവം ആവശ്യപ്പെടുന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ നാം പ്രാർത്ഥിക്കണം. അമ്മയ്ക്ക് വേറിട്ട ആഗ്രഹങ്ങളില്ല. പ്രവൃത്തിപഥ. പരിപൂർണ വിശുദ്ധിയിലേക്ക് മുന്നേറുമ്പോൾ നാം ദൈവത്തെ ഏറ്റവും അധികമായി സ്നേഹിക്കാൻ ആഗ്രഹിക്കണം. എല്ലാ വിശുദ്ധരും ദൈവത്തിന് നൽകുന്ന സ്നേഹത്തേക്കാൾ അധികമായി സ്നേഹിക്കാൻ, ദൈവത്തിന് വേണ്ടി എല്ലാ രക്തസാക്ഷികളുടെയും സഹനത്തേക്കാൾ കൂടുതൽ സഹിക്കാൻ, എല്ലാ ക്ഷതങ്ങളും വഹിക്കാൻ, ക്ഷതം ഏൽപ്പിച്ചവരോട് ക്ഷമിക്കാൻ, ഒരാത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്തു ദുഃഖവും സഹിക്കാൻ, പരസ്നേഹത്തെ പ്രതി ദാനധർമ്മങ്ങൾ ചെയ്യാൻ. ഇത്തരം ആഗ്രഹ അഭിലാഷങ്ങൾ വിശുദ്ധിയുടെ അഗ്നി നമ്മൾ കത്തിക്കും. ലാളിത്യവും വിശുദ്ധിയും ഉളവാകും. സമർപ്പണത്തിൻ്റെ മൂലക്കല്ലുകളാണ് ഈ പുണ്യങ്ങൾ. പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ, പൂർണ്ണതയിലേക്കുള്ള എൻ്റെ യാത്രയിൽ എന്നെ സഹായിക്കണമേ. പുണ്യങ്ങളും വിശുദ്ധിയും ഞാൻ ആഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നന്മയെ ഞാൻ ധ്യാനിക്കട്ടെ. ദൈവം നൽകുന്ന കൃപകളെ കാണാത്തവർക്കായി എൻ്റെ ഹൃദയം തുറക്കുവാൻ ഇടയാക്കണമേ. അമ്മയുടെ മൃദുല ഹൃദയത്തെ വേണ്ടവിധം സ്നേഹിക്കാതിരുന്ന എൻ്റെ കുറവിന് വേണ്ടി ദൈവത്തോട് മാപ്പപേക്ഷിക്കുന്നു. അങ്ങയുടെ പുത്രൻ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ മുഴുവനും ഈശോയുടേതാകാൻ എന്നെ ഈശോയോട് ചേർത്ത് ഒന്നാക്കണമേ. ഇന്ന് അമ്മ നമുക്ക് ധ്യാനിക്കാൻ നൽകുന്ന വചനം ഇതാണ്. സങ്കീർത്തനം 51 അധ്യായം 10 ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി ചുരുടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും തിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രതിഷ്ഠാജപം. എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കന്യകാമറിയമേ, ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു. ഇന്നു മുതൽ അമ്മ എൻ്റെ സ്വന്തമാണ്. ഞാൻ അമ്മയുടേതും. എന്നെ കാത്തു സൂക്ഷിക്കണമേ. കർത്താവിന് മാലാഖ പരിശുദ്ധ മറിയത്തിൽ വചിച്ചു. പരിശുദ്ധാത്മാവിനെ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
ഇതാ കർത്താവിന്റെ ദാസന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുറിച്ച് മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ അമ്മയോട് ചേർന്ന് 7 പുണ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കാനും വളരാനും വർദ്ധിക്കാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കാനും വളരാനും വർദ്ധിക്കാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കാനും വളരാനും വർദ്ധിക്കാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കാനും വളരാനും വർദ്ധിക്കാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ.
പരിശുദ്ധ ദൈവമാതാവേ, ക്ഷമയെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കാനും വളരാനും വർദ്ധിക്കാനും ബലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ മുമ്പിലുമാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീയ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കാനും വളരാനും വർദ്ധിക്കാനും ബലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീയ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കാനും വളരാനും വർദ്ധിക്കാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീയ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മയെ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപകാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. പരിശുദ്ധ മറിയമേ, ദിനംപ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടുവാൻ ഞാൻ കാരണമാകട്ടെ. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. മിശിഹായുടെ ആത്മാവേ, എന്നെ ഉണർത്തണമേ. മിശിഹായുടെ ആത്മാവേ, എന്നെ ചലിപ്പിക്കണമേ. മിശിഹായുടെ ആത്മാവേ, എന്നിൽ വന്ന് നിറയണമേ. അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ. പിതാവായ ദൈവമേ, അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പിതാവായ ദൈവമേ, പുണ്യങ്ങളുടെ പറ്റാത്ത ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ. പിതാവായ ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ. അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങയെ ദർശിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കരുണ പരിശുദ്ധ മുഴുവൻ ഹൃദയം വഴി നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് എല്ലാം കടന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മഹത്വം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. എല്ലാവിധ നന്മകൾക്കും നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ, ഭാരങ്ങളെ, ആകുലതകളെ യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്ന കർത്താവെ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, ഭവനമില്ലാത്ത മക്കൾ, ജോലിയില്ലാത്ത മക്കൾ, സമാധാനമില്ലാത്ത മക്കൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ, എക്സാം എഴുതിയിരിക്കുന്ന മക്കൾ, എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കൾ, ഈശോയെ പല വിധത്തിൽ തകർന്നു പോയ എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുത്തെ വലിയ കരുണ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ നന്ദിയോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, നന്ദിയോടെ പ്രാർത്ഥിക്കുന്ന. യേശുവെ, എല്ലാ കുടുംബങ്ങളെയും നിനക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ മക്കളുടെയും ജീവിതത്തിന്റെ വേദനകളെയും ഭാരങ്ങളെയും ഈശോയെ നിനക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈശോയെ നന്ദി. ഈശോ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതലുള്ള വചനങ്ങളിൽ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ് കർത്താവ് നമുക്ക് നൽകുക. യേശു കെസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചില സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്ന് പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ
ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമിയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാൻ. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമിയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കിട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. കർത്താവെ, അങ്ങയുടെ സന്നദ്ധയിലേക്ക് എല്ലാ മക്കളെയും, ഞങ്ങളുടെ യുവജനങ്ങളെ, ടീനേജ് മക്കളെ പ്രത്യേകിച്ച് കർത്താവെ, ഫസ്റ്റ് സാറ്റർഡേ കൺവെൻഷനെ സമർപ്പിക്കുന്നു. കടന്നു വരുന്ന എല്ലാ മക്കളെ സമർപ്പിക്കുന്നു. ഈശോ അതിനുള്ള ഒരുക്കങ്ങളെ, അതിനായി അങ്ങ് ഒരുക്കിയിരിക്കുന്ന ദൈവജനത്തെ, കൂട്ടായ്മയെ സമർപ്പിക്കുന്നു. ഈശോയെ തിരുസന്നിധിയിലേക്ക് സിസ്റ്റേഴ്സിന്റെ ധ്യാനത്തെ കർത്താവെ 1400ഓളം വരുന്ന എല്ലാ സിസ്റ്റേഴ്സിനെ സമർപ്പിക്കുകയാണ്. കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ എല്ലാ മക്കളെയും നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണം. കർത്താവെ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ സമർപ്പിക്കുന്നു. ഈശോയെ എല്ലാവരെയും ഒരിക്കൽ കൂടി നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ മഹത്വം, പരിശുദ്ധാത്മാവേ മഹത്വം. ഈശോയെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണേ അപ്പാ, തലമുറകളെ വിശുദ്ധീകരിക്കണേ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ കരുണ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ മക്കളിലേക്ക് ഈശോയുടെ കരുണ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഈശോയെ സ്തുതിക്കുന്ന കർത്താവെ, തകർച്ചകൾ, ഭാരങ്ങൾ, ഉത്കണ്ഠകൾ, മനസ്സിന്റെ ഭാരങ്ങളെല്ലാം ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ദിവ്യകാരുണ്യമേ, ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന എല്ലാവിധ ഭാരങ്ങളെയും ഉത്കണ്ഠകളെയും ഈശോയുടെ കരങ്ങളിലോട്ട് സമർപ്പിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവർ, പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവർ, ഈശോ ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് ലൈവിലോട്ട് കടന്നു വരുന്ന എല്ലാ മക്കളെയും ഈശോയെ നിന്റെ തിരുഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്. ഈശോയെ, അവിടുത്തെ വലിയ കരുണ ഈ പ്രഭാതത്തിൽ ഞങ്ങളോട് കാണിക്കണം. ഈശോയെ, ഞങ്ങൾ എന്തായിരിക്കുന്നു അതെല്ലാം നിന്റെ വലിയ കരുണയാണെന്ന് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ മക്കളെ എല്ലാം ഈ 3 മണി സമയം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാ മക്കളോടും ഈശോ ദയ കാണിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാ മക്കൾക്കും ഈശോയുടെ വലിയ കാരുണ്യം ഉണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.